ക്രൗഡ് പേഷ്യന്റ് ഹാൻഡ്ലിംഗ് പ്രോട്ടോകോൾസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കാഷ്വാലിറ്റി, എമർജൻസി, അൽഫ മെഡിക്കൽ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ക്രൗഡ് ഹാൻഡ്ലിംഗ് പ്രോട്ടോകോൾ ആണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഇതിന്റെ പർപ്പസ്? അത് സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ പേഷ്യൻസിനും ഒരേ സമയം എമർജൻസീസ് വന്നാൽ എല്ലാവരെയും വളരെ കൃത്യമായി അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോട്ടോകോൾസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് ഇഷ്യൂസ് മിനിമൈസ് ചെയ്യുക, ഒപ്റ്റിമൽ മെഡിക്കൽ റെസ്പോൺസ് എല്ലാവർക്കും മെയിൻറ്റെയിൻ ചെയ്യുക, എല്ലാ പേഷ്യൻസിനും കൃത്യമായ സേഫ്റ്റി പ്രോട്ടോകോൾസ്, സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രോട്ടോകോൾ ഈ ക്രൗഡ് ഹാൻഡ്ലിംഗ് സമയത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതിന്റെ സ്കോപ്പ് applicable to all emergency department staff, including doctors, nurses, paramedics, security person and administrative staffs. ഇത്രയും ഏരിയയിൽ അതായത് കംപ്ലീറ്റ് സ്റ്റാഫുകളും ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കേണ്ടതാണ്. അതായത് ഇനീഷ്യൽ അസസ്മെന്റ് ആൻഡ് ട്രേജ്, ഇത് നമ്മൾ കാഷ്വാലിറ്റി വന്നാൽ ആക്ടിവേറ്റ് ദ എമർജൻസി റെസ്പോൺസ് ടീം. അതായത് നമ്മൾ ഒന്നുകിൽ മാസ് കാഷ്വാലിറ്റീസ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഇൻഫോം ചെയ്യും, എമർജൻസി റെസ്പോൺസ് ടീമിനെ ഇൻഫോം ചെയ്യും. അത് ത്രൂ നമ്മളുടെ മൈക്ക് സിസ്റ്റം വെച്ചിട്ടാവും, കോഡ് ബ്ലൂ ആവാം, അല്ലെങ്കിൽ എമർജൻസി ആക്ടിവേഷൻ കോഡ്സിൽ ഏതെങ്കിലും വെച്ചിട്ട് ഇത് ഇൻഫോം ചെയ്യും. ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ട്രയേജ് ഏരിയ കളർ കോഡ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യും. നമ്മളിപ്പോൾ നമ്മളുടെ കാഷ്വാലിറ്റീസ് നമ്പർ സിസ്റ്റം വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക് എന്നുള്ളത് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാം. അതായത് ഗ്രീൻ എവിടെയാണ് കീപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബാക്കിയുള്ളത് ഓരോ കളർ കോഡഡ് ആയിട്ട് മാറ്റി വെക്കുക. അല്ലെങ്കിൽ നമ്മളുടെ പേഷ്യൻസിന് അനുസരിച്ചിട്ട് ഞാൻ തുടരെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യൻസിനെ തരംതിരിക്കാം. പിന്നെ അത്യാവശ്യമുള്ള മെഡിക്കൽ റിസോഴ്സസ് എപ്പോഴും അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ അതും ഇംപ്ലിമെന്റ് ചെയ്തു വെക്കുക. ഇപ്പൊ നമ്മുടെ കാഷ്വാലിറ്റി ഏരിയയിൽ എല്ലാ സംഭവങ്ങളും അവൈലബിൾ ആണ്. എമർജൻസി മെഡിസിൻസ് അവൈലബിൾ ആണ്, ECG അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ട്രയേജ് പ്രോസസ്സിൽ നമുക്ക് ബെഡുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ CPR കൊടുക്കാനും വേണ്ടിയുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ. അസൈൻ സ്റ്റാഫ് ടു റെക്കോർഡ് ദ പേഷ്യന്റ് ഡീറ്റെയിൽസ്. അതിപ്പോ ഒരു കാഷ്വാലിറ്റി ഡയറക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ചെയ്യേണ്ടത്, അവിടെ ആ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറോട് ലിസ്റ്റ് എടുക്കാൻ വേണ്ടി പറയാം. ലിസ്റ്റ് എടുക്കുന്നു, നെക്സ്റ്റ് സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. ലിസ്റ്റ് എടുക്കുന്നു, ഇതിൽ ജനറേറ്റ് മെഡിക്കൽ ലീഗൽ കേസ് ആണെങ്കിൽ ഡോക്ടറോടുള്ള കമ്മ്യൂണിക്കേഷൻ, ഡോക്ടറാണ് അത് ഇഷ്യൂ ചെയ്യേണ്ടത്. ആ പേഷ്യന്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവർക്ക് മെഡിക്കൽ ലീഗൽ കേസ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഇന്റിമേഷൻ ഫോം ഫില്ല് ചെയ്യിക്കുക. അതിന്റെ ഫീ ഉണ്ട്, ആ ഫീ അടപ്പിക്കുക. ദെൻ അത് പോലീസ് ഇന്റിമേഷൻ ആയിട്ട് കൊടുക്കുക, ബൈ മെയിൽ കൊടുക്കുക. ദെൻ അതിന്റെ ഹാർഡ് കോപ്പി അവിടെ എത്തിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു സിസ്റ്റം ഉണ്ട്, അത് അറേഞ്ച് ചെയ്യാം. അത് അഡ്മിനിസ്ട്രേഷനിൽ ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ അവർ ചെയ്തോളും. നഴ്സിംഗ് സ്റ്റാഫ് അത് റിപ്പോർട്ട് ചെയ്യലാണ് ചെയ്യേണ്ടത്. പ്രൊവൈഡ് ദ റിസ്റ്റ് ബാൻഡ് മാർക്ക് ഫോർ ദ ട്രേജ് ഐഡന്റിഫിക്കേഷൻ വേണ്ടിയിട്ട് റിസ്റ്റ് ബാൻഡുകൾ സൂക്ഷിക്കാം. ഓക്കെ, അത് ക്രൗഡ് വരികയാണ്. നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഏതൊരു പേഷ്യന്റിനും എന്താ പറയുക, ക്രൗഡഡ് പേഷ്യൻസ് വരുന്ന സമയങ്ങളിൽ എല്ലാവരും കാഷ്വാലിറ്റിയിൽ ഒരു ഒബ്സർവേഷന് വേണ്ടി വരികയാണെങ്കിൽ പോലും അവർക്ക് റിസ്റ്റ് ബാൻഡ് കൊടുക്കണം. ഓക്കെ, റിസ്റ്റ് ബാൻഡ് കൊടുക്കുന്നത് അവരുടെ എന്താ പറയാ, ട്രീറ്റ്മെന്റ് കൃത്യമാവാൻ വേണ്ടിയിട്ടാണ്. ക്രൗഡ് വരുന്ന സമയത്ത് ഇയാൾ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ. ചില സമയങ്ങളിൽ അവരുടെ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവാൻ വഴിയില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കുറെ പേരെ കൊടുന്ന് ആക്കിയിട്ട് അങ്ങനെ പോവുക ചെയ്യും. അപ്പോൾ അത് കൃത്യമാക്കാൻ വേണ്ടി അവർ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ റിസ്റ്റ് ബാൻഡ് കൊടുത്ത് അവർക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, മെഡിക്കൽ മാനേജ്മെന്റ് ആൻഡ് ട്രീറ്റ്മെന്റ്. ട്രീറ്റ് റെഡ് സോൺ കേസസ് ഇമ്മീഡിയറ്റ്ലി. റെഡ്, യെല്ലോ, ഗ്രീൻ, ഇതാണ് നമുക്ക് ആദ്യമായിട്ട് ചെയ്തു വെക്കേണ്ടത്. അതായത് റെഡ് സോണിലുള്ള ആളുകളെ, അതായത് ട്രയേജ് നേഴ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഈ ആളുകളെ കാറ്റഗറി ചെയ്യേണ്ടത്. റെഡ് ആണോ, യെല്ലോ ആണോ, ഗ്രീൻ ആണോ എന്നുള്ളത്. അപ്പോൾ റെഡ് ആണെങ്കിൽ അവർക്ക് ഏറ്റവും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ കൊടുക്കുക. മാനേജ് യെല്ലോ സോൺ കേസ് ആഫ്റ്റർ സ്റ്റെബിലൈസിങ് റെഡ് കേസസ് സ്റ്റെബിലൈസ് ചെയ്തതിനു ശേഷം യെല്ലോയിലേക്ക് വരിക. ഗ്രീൻ സോൺ ആണെങ്കിൽ അവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡുകൾ കൊടുത്ത ശേഷം അവരെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മാറ്റുകയും ചെയ്യുക. ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം, നെക്സ്റ്റ് പുറത്ത് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഒബ്സർവേഷൻ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് പുറത്ത് വെയിറ്റ് ചെയ്യുക ചെയ്യുക. ഈ 3 കാറ്റഗറിയിലാണ് ഈ നമ്മുടെ ക്രൗഡ് വരുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കേണ്ടത്. റെഡ്, യെല്ലോ, ഗ്രീൻ. ബ്ലാക്ക് പിന്നെ ഡെത്ത് ആയതിന്റെ ശേഷമൊക്കെ ഉള്ളതാണ് ബ്ലാക്കിലേക്ക് മാറ്റി വെക്കാറ്. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് റെഡും യെല്ലോയും ഗ്രീനുമാണ്.
ഓക്കെ, അത് പിന്നെ ട്രയേജ് നേഴ്സാണ് ഇത് കാറ്റഗറി ചെയ്യേണ്ടത്. അവരുടെ ഓരോരുത്തരുടെ പ്രശ്നം നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, കാറ്റഗറി ചെയ്തു വെക്കും. ഓക്കെ, ക്രൗഡ് കൺട്രോൾ ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ്. അത് പിന്നെ റെസ്ട്രിക്ട് അൺഓതറൈസ്ഡ് എൻട്രി, ആവശ്യമില്ലാത്ത ആളുകളുടെ എൻട്രി കൺട്രോൾ ചെയ്യുക. സെക്യൂരിറ്റി പേഴ്സൺ ആണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. പിന്നെ കോർഡിനേറ്റ് വിത്ത് ദ പോലീസ് ആൻഡ് ആംബുലൻസ്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പോലീസിൽ ഇൻഫോം ചെയ്യാം, പ്ലസ് ആംബുലൻസ് അറേഞ്ച് ചെയ്യാം. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും. ഫോർ ദ നെക്സ്റ്റ് റെഫറൽ ലെവലിലേക്കാണ് ആംബുലൻസ് അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പോ പിന്നെ അത് അടുത്തൊരു ഇഷ്യൂ ചിലപ്പോ എന്ത് ചെയ്യും, ഒരു ഇഷ്യൂ ഉണ്ടായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അസാൾട്ട് കേസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ഇഷ്യൂ വീണ്ടും ഇവിടുന്ന് ജനറേറ്റ് ചെയ്യാനുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് എന്നുള്ളത് പോലീസിൽ ഇൻഫോം ചെയ്യുക. അത് ചെയ്യേണ്ടത് നെക്സ്റ്റ് നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഒരാളെ ഇൻഫോം ചെയ്യാണ്. ഓക്കെ, ഓരോ സമയത്തും വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. എന്തായാലും അഡ്മിനിസ്ട്രേഷൻ ഇൻഫോം ചെയ്തിട്ട് ആണ് ഈ സ്റ്റെപ്പുകൾ എടുക്കേണ്ടത്. ദെൻ അസൈൻ ഹോസ്പിറ്റൽ സ്പോക്സ്മാൻ, പബ്ലിക് ഓർ മീഡിയ കമ്മ്യൂണിക്കേഷൻ. എല്ലാ മീഡിയയോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ നഴ്സുമാരും ബാക്കിയുള്ളവരും ഇവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പ്രത്യേകം ഏരിയ ഉണ്ട്. അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് പറയാം. ഓരോന്നിനും ടൈം ഇന്റർവെല്ലിൽ നമ്മളത് ചെയ്തിരിക്കും. റിസോഴ്സ് ആൻഡ് സപ്ലൈ മാനേജ്മെന്റ്. എല്ലാ എമർജൻസി മെഡിസിൻസും സ്റ്റോക്കാണ്, ബാക്കിയുള്ള സംഗതികളിലൊക്കെ റീപ്ലേസ്ഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുക ഓൾവേസ്. അത് ഫാർമസി ഇൻചാർജ് ആണ് അത് ചെയ്യേണ്ടത്. പ്രിപ്പയർ ദ അഡീഷണൽ ബെഡ്സ് ഫോർ ദി പേഷ്യന്റ് ഓവർഫ്ലോ. ഇപ്പോൾ പേഷ്യന്റ് നമ്മളുടെ ഇപ്പൊ നമുക്ക് കാഷ്വാലിറ്റിയിൽ 8 ബെഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 8 അല്ലെങ്കിൽ 10 പേര് നമുക്ക് ഒരേ സമയം ഹാൻഡിൽ ചെയ്യാം. ആ 10 പേര് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഗ്രീൻ സോണിലോ അല്ലെങ്കിൽ യെല്ലോ സോണിലുള്ളതെങ്കിൽ നമ്മുടെ IP സെക്ഷനിലേക്ക് മാറ്റിയിട്ട് ആ ഏരിയ റെഡ് സോണിലേക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ് ചെയ്യുക. അത് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അവരെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട നഴ്സസിന് വേണ്ട അസിസ്റ്റൻസ് കിട്ടും. ഡിസ്ചാർജ് ആൻഡ് ഫോളോ അപ്പ്. അഡ്മിറ്റ് റെഡ് ആൻഡ് യെല്ലോ കേസസ് ഫോർ ഫർദർ കെയർ. അതായത് ഇപ്പൊ നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് കംപ്ലീറ്റ് കഴിഞ്ഞു, ദെൻ അഡ്മിഷൻ എന്നുള്ള രീതിയിലേക്ക് പോവുകയാണെങ്കിൽ റെഡും യെല്ലോ സോണിലുള്ള ആളുകളെ ഫർദർ ട്രീറ്റ്മെന്റിനും കെയറിനും വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്യാം. പ്രൊവൈഡ് ദ ഫോളോ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ഇൻസ്ട്രക്ഷൻ ടു ഗ്രീൻ കേസസ്. അങ്ങനെ ഗ്രീൻ കേസ് ആണെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. ഹാൻഡ് ഓവർ ടു ദ ഡിസീസ്ഡ് കേസസ് പോലീസ് ഓർ ആഫ്റ്റർ ലീഗൽ ഫോർമാലിറ്റീസ്. എന്തെങ്കിലും ഡെത്ത് കേസ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് ലീഗലി എങ്ങനെയാണോ ഫോർവേഡ് ചെയ്യേണ്ടത് ആ രൂപത്തിൽ അത് അഡ്മിനിസ്ട്രേഷനിൽ ഇൻഫോം ചെയ്യുക. അവർ പോലീസിൽ ഇൻഫോം ചെയ്യുകയും അതിന്റെ ലീഗൽ ഫോർമാലിറ്റീസിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യും. റെസ്പോൺസിബിലിറ്റീസ് വരുന്നത് കാഷ്വാലിറ്റി ഇൻചാർജിനാണ്. ഓവർസീ ദ എൻറ്റയർ എമർജൻസി റെസ്പോൺസ്. ഇപ്പോൾ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ മുഴുവനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കാഷ്വാലിറ്റി ഇൻചാർജിനായിരിക്കും. കാഷ്വാലിറ്റി ഇൻചാർജ് മോർണിംഗ് ആൻഡ് നൈറ്റ് ഡിഫറെന്റ് ആളുകളായിരിക്കും. അത് അവിടെ ഷോ ചെയ്തിട്ടുണ്ടാവും. ട്രയേജ് നേഴ്സ് ഓരോ സമയത്തും ട്രയേജ് നേഴ്സ് ഉണ്ടാവും. ട്രയേജ് നേഴ്സ് ക്ലാസിഫൈ ദ പേഷ്യന്റ്. അവർ പേഷ്യൻസിനെ അവരെ ഇഷ്യൂ ബേസ്ഡ് ക്ലാസിഫൈ ചെയ്യാണ് ചെയ്യേണ്ടത്. എമർജൻസി ഡോക്ടർ മാനേജ് ദ ക്രിട്ടിക്കൽ കേസസ്. ഇപ്പൊ റെഡ് അല്ലെങ്കിൽ ഗ്രീന്, റെഡ് യെല്ലോ ഗ്രീൻ ആക്കി നമ്മൾ തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ആണ് ഡോക്ടർ ആദ്യം കൈകാര്യം ചെയ്യുക. അടുത്തത് ഈ ട്രയേജ് നേഴ്സ് അവരെ ലീഡ് ചെയ്യുകയും ചെയ്യുക. സെക്യൂരിറ്റി കൺട്രോൾ ദ ക്രൗഡ് ആൻഡ് മാനേജ് ആക്സസ്. ഇപ്പോൾ ക്രൗഡ് വരികയാണ്, അതുകൊണ്ട് അടുത്ത പേഷ്യൻസിന് കയറാനും അല്ലെങ്കിൽ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യേണ്ടത് സെക്യൂരിറ്റി ടീംസ് ആണ്. അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഹാൻഡിൽ ദ ഡോക്യുമെന്റേഷൻ കമ്മ്യൂണിക്കേഷൻ. അതായത് റിസപ്ഷൻ മുതൽ അവരുടെ ലീഗൽ ഫോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകൾ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യും. ട്രെയിനിങ് ആൻഡ് ഡ്രിൽസ്. ഇത് നമുക്ക് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന കേസല്ല. ഇത് റെഗുലർലി നമ്മൾ ഇതിനു വേണ്ടി ട്രെയിനിങ്ങുകൾ എടുത്തുകൊണ്ടിരിക്കണം. നമ്മളിപ്പോ NABHന്റെ റെഗുലേഷൻസ് അനുസരിച്ച് ചെയ്യുന്ന കോഡഡ് പിന്നെ ഡ്രിൽസിന്റെ പോലെ തന്നെ ഇങ്ങനെയുള്ള മാസ് കാഷ്വാലിറ്റീസിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോൾസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയും അത് റിപ്പീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്താ പറയാ ഡ്രിൽസ് ആയിട്ട് റെഗുലർലി അത് ഫോളോ ചെയ്യുകയും ചെയ്യും. താങ്ക് യു.